വിജയ് നായകനാക്കി വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രമായ ജനനായകന്റെ ഏറ്റവും പുതിയ പോസ്റ്ററിനെതിരെ സോഷ്യൽ മീഡിയയിൽ പരിഹാസം. ചിത്രത്തിന്റെ റിലീസ് തീയതി അറിയിച്ചുകൊണ്ട് നിർമ്മാതാക്കൾ ഔദ്യോഗികമായി പുറത്തുവിട്ട പോസ്റ്ററിനെതിരെയാണ് ട്രോളുകൾ പ്രചരിക്കുന്നത്. പോസ്റ്റർ നിർമ്മിച്ചിരിക്കുന്ന ശൈലിയും വിവാദമായ കരൂർ ദുരന്തവുമെല്ലാം മുൻനിർത്തിയാണ് വിമർശനം. വരുന്ന തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയ അദ്ദേഹത്തിന്റെ പാർട്ടിയായ ടി.വി.കെ തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ജനനായകൻ സിനിമയുടെ പോസ്റ്റർ എത്തിയത്. പൊങ്കൽ റിലീസായി 2026 ജനുവരി 9-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വിജയ് ആണ് പോസ്റ്ററിലുള്ളത്. താടിയും പിരിച്ചുവെച്ച മീശയുമുള്ള വിജയ് സൺഗ്ലാസ് ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആരാധനയോടെ നോക്കുന്ന ആളുകളെയും കാണാം. ഈ പോസ്റ്ററാണ് ട്രോളുകൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. പോസ്റ്റർ പ്രേക്ഷകർ ഉദ്ദേശിക്കുന്ന തലത്തിൽ എത്തിയില്ലെന്നതാണ് ഇതിന് കാരണം. പോസ്റ്റർ ചെയ്തത് AI ഉപയോഗിച്ചാണോ എന്നാണ് ചിലർ ചോദിച്ചത്. പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ അറിയുന്നവരെ ആരെയും കിട്ടിയില്ലേ എന്ന് ചോദിച്ചവരുമുണ്ട്. ചിലരാകട്ടെ കരൂർ ദുരന്തവുമായി ബന്ധപ്പെടുത്തിയാണ് കമന്റുകളിട്ടത്. ഫാൻ മെയ്ഡ് പോസ്റ്റർ പോലെയുണ്ടെന്നും ബാഹുബലിയുടെ സ്പൂഫ് ആണോ എന്നും ചിലർ ചോദിച്ചു. നിരവധി പേരുടെ മരണത്തിനിടയായ ഒരാൾ സ്വതന്ത്രനായി പുറത്തിറങ്ങി നടക്കുകയാണെന്നും കമന്റുകളുണ്ട്. അതേസമയം വിജയയെ പിന്തുണച്ചും നിരവധി പ്രതികരണങ്ങൾ വരുന്നുണ്ട്. തമിഴ് സിനിമയുടെ ദൈവം എത്തിയിരിക്കുന്നു, തമിഴ് സിനിമയുടെ സൂപ്പർമാൻ, സോഷ്യൽ മീഡിയ ഇനി വിജയ് ഭരിക്കും എന്നെല്ലാമാണ് ഇവരുടെ പ്രതികരണം. വിജയുടെ അഭിനയജീവിതത്തിലെ അവസാന ചിത്രം എന്ന വിശേഷണവുമായാണ് ജനനായകൻ എത്തുന്നത്. അനിരുദ്ധ് ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, മമിത ബൈജു തുടങ്ങി വമ്പൻ താരനിരയാണ് ചിത്രത്തിലുള്ളത്.